എന്ത് പറ്റിയതാടാ? നീ പേടിക്കണ്ട. പ്രിൻസിനും ആ ട്രാവൽ ഏജന്റിനും ഒക്കെ എല്ലാം അറിയാവുന്നതല്ലേ. എന്നെ രക്ഷിക്കണം. എനിക്കിവിടെ കിടക്കാൻ പേടിയായേക്കും മേഡം. ഇവരെ ആരുമില്ല. ഇനി ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ ഒന്ന് പറയണം. അവര് മിനിയുടെ വീട്ടിലേക്ക് പോയി. പത്രത്തിലും ഇന്റർനെറ്റിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. സംഗതി ഇച്ചിരി അലമ്പ. നിനക്ക് ജാമ്യത്തിനുള്ള വഴികൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച. എപ്പോഴാ എങ്ങനെയായെന്ന് മാത്രം അറിയാൻ മതിയായിരുന്നു. ഉല്ലാസിന് വേറെ വിവാഹങ്ങൾക്ക് യോഗ ഉണ്ടെന്ന് കണ്ടപ്പോ നിനക്ക് വല്ലതും സംഭവിച്ചിട്ടാവോ എന്നോർത്തായിരുന്നു ഞങ്ങളുടെ പേടി. ഇനിയിപ്പോ എന്ത് സംഭവിക്കാൻ? എന്നാലും അവനെപ്പോലെ ഒരുത്തിനെ ആലോചിച്ച് നീ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കണമായിരുന്നു. ഇരിക്കൂട്ടോ. ഓ ആയിക്കോട്ടെ. ചായ ഒന്നും വേണ്ടട്ടോ. ഓ, പാട്ടുകാരൻ രണ്ടാമത് കെട്ടി അല്ലേ? നീനി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ല കേട്ടോ. ഇതുവഴി പോയപ്പോ ഇതിവിടെ ഇരിക്കട്ടെ. നെല്ലിക്ക ആദ്യം കുറച്ച് കയ്ക്കും. പുരോഗമനവാദി ഇവിടെ ഉണ്ടായിരുന്നോ? കതറിട്ടിട്ട് വല്ല മെച്ചണ്ടോ? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉല്ലാസ് തന്നെയാണ് പറഞ്ഞത്. ഏത് ഉല്ലാസ്? ആരാണ് ഈ സാന്ദ്ര? ഈ സൈസിലൂടെ ഉഡായ്പ പരിപാടികളായിട്ട് വന്ന് എന്റെ സമയം മെനക്കെടുത്തരുത്. സ്ട്രേറ്റ് ഫോർവേഡ് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരവും ഇല്ല. ഈ അമേരിക്കയിലുള്ള പ്രിൻസ് ഫോൺ എടുക്കുന്നില്ല. പ്രിൻസ് ഫോൺ എടുക്കുന്നില്ലേ? അല്ല, ഈ പറഞ്ഞ ഫ്രിൻസ് ഉല്ലാസിന്റെ ഭാര്യയുടെ മുകളിൽ അടുത്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ എന്റെ ഭാര്യയുടെ പ്രശ്നം തന്നെ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു ഉല്ലാസിന്റെ കാര്യം. പോയ 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 ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പാട്ടോടെ ഒരു പാട്ടുകാരനാ വരുന്ന അറിഞ്ഞപ്പോ ഞങ്ങൾ സന്തോഷിച്ചു. എന്താ നിങ്ങളുടെ കേസ്? ഒരു സെൽഫി അയച്ച. നിങ്ങൾ വരുന്നതിനെപ്പറ്റി ഇവിടെ കിടന്നതേ ഒരു ബോംബ് കേസിന്റെ പ്രതിയാ. രാത്രി ആയാലും അയാള് മുഹമ്മദ് റാഫിയുടെയും വയലാറിന്റെ ഒക്കെ പാട്ടുകൾ പാടും. അല്ലാന്ന് ഒരു പോലീസ് കേസെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയാൽ എങ്ങനെയാ? എനിക്ക് ഇങ്ങനെയൊന്നും പരിചയമില്ല. ഇവിടെ വന്ന ദിവസം ആദ്യമായി നേഴ്സറിയിൽ ചേരാൻ വന്ന കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. സെൻട്രൽ ജയിലിലായിരുന്നു. ഇവിടെ ചപ്പാത്തി വരത്താനല്ല എന്നിട്ട് കൊണ്ടുവന്നതാ. ബൈ, ചിലർ കേസ് പെടുമ്പോൾ കർച്ചീഫ് കൊണ്ട് മുഖം പൊത്തും. ചിലര് ചിരിച്ച മുഖവുമായി നടക്കും. തെറ്റ് ചെയ്തോ ഇല്ലെന്ന് ദൈവവും കോടതിയും തീരുമാനിക്കും. ഒന്ന് വീണുപോയി എന്നറിഞ്ഞാ നമ്മുടെ മുതുകത്ത് കയറി ചവിട്ടാൻ ഒരുപാട് നാറികളുണ്ട്. അതുകൊണ്ട് ചിരിച്ച മുഖവുമായി തല ഉയർത്തി നടന്നോ. ഇങ്ങനെ ഉപദേശിക്കുന്നേ ഉള്ളൂ. സ്വന്തം അമ്മാവൻ ഒറ്റക്കുത്തിന് വന്ന ആളാ. തറവാട് വീതം വെപ്പിന് എഴുത്തുകുത്ത് നടക്കായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും അമ്മാവൻ തമ്മിൽ വഴക്കായി. എന്നിട്ട് എഴുത്ത് കടന്നില്ല, കുത്ത് കടന്നു. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. ബായി, എപ്പോഴായാലും ചിരിച്ച മുഖത്തോടെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ലാണ്. മോള് കുറച്ച് നേരം ഒന്ന് അകത്തേക്കിരുന്നോ. സാധാരണ ഇത്തരം കേസുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്രയുടെ തീരുമാനം. എന്റെ നഷ്ടങ്ങൾ ഓർത്തല്ല, ചേച്ചിയുടെ കാര്യം ഓർത്താ എനിക്ക് കൂടുതൽ വിഷമം. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് പറ്റിച്ചിട്ട് അവളുടെ പണവും തട്ടിയെടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഉല്ലാസ് സാന്ദ്രയെ പറ്റിക്കുകയായിരുന്നു. സാന്ദ്രയെ മാത്രമല്ല, മിനി. ഈ കേസിൽ മിനിയുടെ മൊഴി വളരെ നിർണായകമാണ്. 1-2 പ്രാവശ്യം ഒന്ന് കോടതിയിൽ വരേണ്ടി വരും. ഈ പേപ്പറിലൊക്കെ നോക്കിട്ട്
പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ. സാർ, ഉല്ലാസിനെ പറ്റി എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേസ് ജയിക്കുവാൻ ഇത് ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. ഉല്ലാസിന്റെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ 3 പാവഗ്രഹങ്ങളാണ്. അത് കോടതി പറയണം. നമസ്കാരം. കുറെ നാളായില്ല കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിപ്പോ ഇവരുടെ കൂടെ ഒരുത്തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാ. ആരകത്താരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഓക്കെ എന്നാ ശരി. ശരി. അതെ, പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ നേരെ ഒത്തിരിയായി. പെണ്ണേ ഡോക്ടറാ, കാണാനോ ഭയങ്കര സുന്ദരിയാ. 50 ലക്ഷം ആ ശ്രീധരമായിട്ട് കിട്ടാൻ പോകുന്നത്. ഇത് നടന്നിരിക്കും. ആ പെണ്ണിന്റെ അച്ഛനാ, എന്തോ പറയണം? ഉച്ച കഴിഞ്ഞ് വന്നോടാ, ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. അതോ? അതെ, ചെറുക്ക ഒരു ജാമ്യത്തിന്റെ ആവശ്യത്തിനായിട്ട് ജയില് വരെ പോയിരിക്കുക. ജാമ്യം കിട്ടിയ ഉച്ചക്കെത്തും. ഓ അതെ. ഹലോ ഹലോ. പെണ്ണിന്റെ അച്ഛൻ കട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? അറിയാലോ, ഉല്ലാസാകെ തകർന്ന അവസ്ഥയിലാണ്. ചിലപ്പോ പുറത്തേക്ക് വരുമ്പോ നമ്മളെ കണ്ട കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊരു ആത്മസംയമനം പാലിക്കണം. അതെ, ഈ അകത്ത് കിടക്കുന്ന ആൾക്കല്ലേ 3 കല്യാണ യോഗം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അതിലിപ്പോ 2 കല്യാണം വിജയകരമായി നടന്ന സ്ഥിതിക്ക് അടുത്തത് ഇനി ആരാണാവോ? ഞാനും കാത്തുനിന്ന് ബോറടിച്ചാണല്ലോ. രാജൻ ചേട്ടൻ ഇവിടെ എങ്ങനെ എത്തി? ഉല്ലാസിനൊരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. എന്റെ ജാമ്യം എടുത്ത് എന്റെ മോളാ അനാമിക. താങ്ക് യു. നീ ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടല്ലോ, അത് മതി. നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം എല്ലാത്തിനും നേരിടണമെന്നാ പറയുന്നത്. ഞാനൊരു ദുരുദ്ദേശം ചെയ്തതൊന്നും അല്ലല്ലോ ചേട്ടപ്പേട്ട. ഏത് ലോ കോളേജിലാ പഠിച്ചത്? എറണാകുളം ലോ കോളേജ്. ഓ, വക്കീലാവണമെന്നായിരുന്നു എന്റെ ഈ മോഹം. പിന്നെ കറുത്ത കോട്ടിടണമല്ലോ എന്ന് ആലോചിച്ചപ്പോ വേണ്ടെന്ന് വെച്ചാ വന്നോ. എതിർഭാഗത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ അവരുടെ കുടുംബ സുഹൃത്ത ഉല്ലാസ് വക്കീലിനെ എന്തെങ്കിലും ഫിക്സ് ചെയ്തായിരുന്നു? ആലോചിക്കാം, നല്ലൊരാളെ തന്നെ വെക്കാം. അതെ, ഈ കലാകാരന്മാരുടെ കാര്യം എങ്ങനെയാ? നല്ല അവസരം കിട്ടിയാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നതുപോലെ ആ വക്കീലന്മാരുടെ കാര്യവും അവർക്ക് നല്ലൊരു കേസ് കിട്ടണം. മടിക്കാതെ കാര്യം പറ രാജാ. ഇവളിപ്പോ ജൂനിയറായിട്ട് പോവുക. വലിയ കിട്ടപ്പോരുന്നില്ല. പിന്നെ ഉല്ലാസിന്റെ കേസ് ഇപ്പൊ ടിവിയിലും പത്രത്തിലും ഒക്കെ വന്നിട്ട് നല്ല പേരായിട്ടുണ്ട്. അതെന്റെ മോളുടെ ഭാഗ്യ. ഉല്ലാസിന്റെ കേസ് എന്റെ മോൾക്ക് കൊടുത്താ അതൊരു നല്ല ബലമായിരിക്കും. എണീക്കണം, എണീറ്റേ. കടമയും ഓവർ ആത്മാർത്ഥത കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. അതെ, ഇത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാവുന്നൊരു കേസല്ല. അകത്ത് കിടന്ന് അടിയെണ്ണേണ്ടി വരും. നല്ല എക്സ്പീരിയൻസ് ഉള്ള വക്കീലാവണം. നിനക്കിപ്പോ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിന്നെക്കാൾ ഭംഗിയായി പുതിയ പിള്ളേരെ കൊട്ടുന്നല്ലേ? അതുപോലാണോ ഇത്? ആദ്യം ഈ കുട്ടിക്ക് അതിന്റെ വകുപ്പുകളും കാര്യങ്ങളും അറിയാൻ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം.